ഇതെന്നാ പണിയാ? 7:30 കഴിഞ്ഞ് 8:30 കഴിഞ്ഞു. തങ്കപ്പൻ നായരല്ലേ വേറെ ആളെ നോക്കണം. വൈകി എത്തുക എന്നുള്ള തങ്കപ്പൻ നായരുടെ കടവ. അതിലെന്താ കാര്യം? എത്ര കണ്ട് വൈകുന്നോ അത്ര കണ്ട് മതിപ്പ് കൂടുമെന്ന് ആരെങ്കിലും പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരിക്കും. MLA-മാരെയും മന്ത്രിമാരെയും ഒക്കെ അനുകരിക്കുക. വേറെ പിശാചികൾ ഒന്നിനെയും കിട്ടിയില്ല ഉദ്ഘാടനത്തിന്. റോഡ് കമ്മിറ്റിക്കാരത്ര മണ്ടന്മാരൊന്നും അല്ല. ശ്രീ KP തങ്കപ്പൻ നായരെ കൊണ്ടൊരു ബസ് വാങ്ങിപ്പിച്ച് ഈ റോഡിൽ ഓടിപ്പിക്കണം. ഒരു ബസ് വാങ്ങിക്കാൻ കെൽപ്പുള്ള വേറെ ആരാ ഉള്ളത് ഈ നാട്ടില്? ഞാനൊരു വാക്ക് പറഞ്ഞു. ഈ നാടിന്റെ കണ്ണിലുണ്ണിയായ, ഈ നാടിന്റെ രോമാഞ്ചമായ ശ്രീ KP തങ്കപ്പൻ നായർ സ്ഥലത്തെത്തിക്കഴിഞ്ഞു. നിങ്ങൾക്ക് എല്ലാവർക്കും അദ്ദേഹത്തെ നേരിട്ട് കാണാം. ദയവായി ക്യൂ പാലിക്കുക, ക്യൂ പാലിക്കുക. ഇതെന്താ റേഷൻ കടയാണോ ക്യൂ പാലിക്കാൻ? പ്രിയപ്പെട്ട എന്റെ സ്വന്തം നാട്ടുകാരെ, നമ്മുടെയെല്ലാം ശ്രമഫലമായി ഈ നാടിന്റെ ഹൃദയരേഖയായ വേറ്റുമ്മൽ കൊങ്ങാറ്റ റോഡ് ഇന്നിതാ ഗതാഗത യോഗ്യമായിരിക്കുകയാണ്. പൗരമുഖ്യനും പൊതുക്കാര്യ പ്രസക്തനും ദാനധർമ്മിഷ്ഠനുമായ ശ്രീ KP തങ്കപ്പൻ നായർ അവകളെ തന്നെ ഈ റോഡിന്റെ ഉദ്ഘാടകനായി ലഭിച്ചത് ഈ നാടിന്റെയും റോഡിന്റെയും മഹാഭാഗ്യമായി ഞാൻ കരുതുന്നു. ഈ മംഗളമുഹൂർത്തത്തിൽ നാട്ടുകാരെ മുഴുവൻ പ്രതിനിധീകരിച്ചുകൊണ്ട് ഞാൻ അദ്ദേഹത്തിന്റെ മുന്നിൽ ഒരു അപേക്ഷ സമർപ്പിക്കുകയാണ്. രണ്ട് കരകളെ തമ്മിൽ യോജിപ്പിക്കുന്ന ഈ റോഡിലൂടെ ഒരു പുതിയ ബസ് സർവീസ് ആരംഭിക്കുവാനുള്ള സന്മനസ് അദ്ദേഹത്തിനുണ്ടാകണം. ഏതെങ്കിലും ഒരു അന്യനാട്ടുകാരൻ അതിന് തയ്യാറാവുകയാണെങ്കിൽ അത് ഈ നാടിനും നാട്ടുകാർക്കും ഒരുപോലെ അപമാനകരമായിരിക്കും എന്ന് അദ്ദേഹത്തെ ഓർമ്മിപ്പിക്കാൻ ഈ സന്ദർഭം ഞാൻ ഉപയോഗിക്കുകയാണ്. അങ്ങ് നേപ്പാളിലും ലഡാക്കിലും ശത്രുക്കളുടെ ചീറി വരുന്ന വെടിയുണ്ടകളെ വകവയ്ക്കാതെ കൂറ്റൻ പാറ്റൻ ടാങ്കുകൾ ഓടിച്ചിട്ടുള്ള എനിക്ക് എന്റെ ശേഷം ജീവിതം എന്റെ ജന്മനാട്ടിൽ ഒരു നാടൻ വാഹനം ഓടിച്ചു തന്നെ കഴിക്കണമെന്ന് അതിയായ ആഗ്രഹമുണ്ട്. ഈ റൂട്ടിലൂടെ ഒരു പുതിയ ബസ് സർവീസ് ആരംഭിക്കണമെന്നും അതിന്റെ സാരഥിയായി എന്നെ തന്നെ നിശ്ചയിക്കണമെന്നും നാട്ടുകാരുടെ പേരിൽ വീണ്ടും വീണ്ടും അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ റോഡിന്റെ ഔപചാരികമായ ഉദ്ഘാടനത്തിന് വേണ്ടി ശ്രീ KP തങ്കപ്പൻ നായർ അവരെ സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. എത്രയും സ്നേഹമുള്ള നാട്ടുകാരെ, നിങ്ങൾ എന്നിൽ അർപ്പിച്ചിരിക്കുന്ന സ്നേഹത്തിനും ബഹുമാനത്തിനും ഞാൻ എന്നും കടപ്പെട്ടിരിക്കുന്നു. നല്ല വരുമാനം കിട്ടുന്ന ഏർപ്പാടാണെങ്കിൽ ഞാൻ ഈ റോഡിലൂടെ ബസ് ഓടിക്കാം. ഏതായാലും നിങ്ങളുടെയൊക്കെ അനുവാദത്തോടെ ഈ റോഡിന്റെ ഉദ്ഘാടന കർമ്മം ഞാൻ നിർവഹിക്കുകയാണ്. അങ്ങോട്ട് ദയവായി ക്യൂ പാലിക്കുക. ക്യൂ പാലിക്കൂ, ക്യൂ പാലിക്കുക. എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഏക്കർ കണക്കിന് തെങ്ങും തോപ്പുണ്ട്, കവുങ്ങുണ്ട്, മറ്റതുണ്ട്, മറിച്ചതുണ്ട്, എല്ലാ കുന്ത്രാണ്ടും ഉണ്ട്. പക്ഷെ ഈ നാട്ടിൽ നിന്ന് അടുത്ത നാട്ടിൽ ചെന്ന ആരറിയും മുതലാളിയെ? നെല്ലും തേങ്ങയും കുരുമുളകും ഒക്കെ ഉണ്ട് നമ്മുടെ നെറ്റിയിൽ എഴുതി ഒട്ടിക്കാൻ പറ്റുമോ? ബസ് വാങ്ങിച്ചാൽ ബസ് ഉണ്ട് എന്ന് നെറ്റിയിൽ എഴുതി ഒട്ടിക്കാൻ പറ്റുമോ? അത് ചോദ്യം, ബുദ്ധിപരമായ ചോദ്യം. പക്ഷെ ബസ് വാങ്ങിച്ചാൽ എഴുതാൻ നമ്മുടെ നെറ്റി വേണ്ട. ബസിന്റെ പുറത്ത് ശ്രീ KP തങ്കപ്പൻ നായർ ട്രാൻസ്പോർട്ട് കമ്പനി എന്ന് വലിയ അക്ഷരത്തിൽ എഴുതി വയ്ക്കും. ആളുകൾ അത് വായിക്കും, അന്വേഷിക്കും. ശ്രീ KP തങ്കപ്പൻ നായർ, ശ്രീ KP തങ്കപ്പൻ നായർ ആരടാ ഇയാള്? ഈ നാട്ടിലും ബസ് ഓടിച്ചെല്ലുന്ന എല്ലാ നാട്ടിലും ശ്രീ KP തങ്കപ്പൻ നായരെ ജനങ്ങൾ അറിയും. അത് കൊള്ളാവുന്ന ഒരു കാര്യം തന്നെ. പക്ഷെ ഈ നാട്ടിലെ ഏർപ്പാടുകളുടെ ഇടയ്ക്കിടെ നോടിയാലേ കായ് കിട്ടുമോ? മുതലാളിയോട് ഞാൻ പറഞ്ഞിട്ടില്ലേ, 965-66 കാലഘട്ടത്തിൽ പുതുക്കാട്ട് TMK ട്രാൻസ്പോർട്ട് കമ്പനി നോക്കി നടത്തുന്നത് ഞാനാ.
എനിക്കറിയാം ഏതൊക്കെ റൂട്ടിൽ എത്ര കളക്ഷൻ കിട്ടുന്നു കിട്ടില്ല എന്നൊക്കെ. താൻ നോക്കി നടത്തിയോണ്ടായിരിക്കും TNK ട്രാൻസ്പോർട്ട് കമ്പനി പൂട്ടിയത്. അത് ആ മുതലാളിയുടെ കൊളരായ്മ കൊണ്ട്. ഈ മുതലാളിക്ക് അങ്ങനെയുള്ള ദുശീലങ്ങളൊന്നുമില്ലല്ലോ. വേറൊരു കാര്യം മുതലാളിക്ക് ഓർമ്മയുണ്ടല്ലോ, കഴിഞ്ഞ തവണ നന്ദിനി മോളെ അന്വേഷിച്ചു വന്ന ആ ഗൾഫ് പയ്യൻ എവിടെയാ ചെന്നതെന്ന്? ബസ് മുതലാളി രാഘവൻ നായരുടെ മോള് കോങ്കണ്ണി പെണ്ണിനെയും കെട്ടിയെടുത്തുകൊണ്ട് അവൻ വിമാനത്തിൽ കയറിപ്പോയി. അതാ ബസ് മുതലാളിക്ക് ഈ നാട്ടിലുള്ള വില. പിന്നെ മുതലാളി ഒരു ഗൾഫുകാരനെ കൊണ്ടേ തന്റെ മോളെ കെട്ടിക്കുമെന്ന് വാശി പിടിച്ച് നടക്കുകയാണല്ലോ. ഞാൻ പറയുന്നു, ബസ് എന്ന് പറയുന്നത് എല്ലാരോടും ഭേദമാക്കുന്ന ഒറ്റമൂലിയാണ്. ഞാനൊന്ന് ആലോചിക്കട്ടെ. പവിത്ര, 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 എവിടെ പോയി? നിക്കണവിടെ മുടിയാൻ പറഞ്ഞവനെ. എടാ, നീ ഒരു കാലത്ത് ഗുണം പിടിക്കില്ലടാ. വേണ്ട, പക്ഷെ എന്റെ ജീവിതകഥ ഈ നാട്ടിലെ അച്ഛനമ്മമാർക്ക് ഒരു പാഠമായിരിക്കണം. ഞാൻ എങ്ങനെ ഒരു തേങ്ങാമോഷ്ടാവായി? ഇന്ന് ഞാൻ നിനക്ക് കാണിച്ചു തരാടാ. നിന്റെ അച്ഛനിങ്ങ് വരട്ടെ. വരട്ടെ, എന്റെ അച്ഛൻ പറയുന്നു വരട്ടെ, കംപ്ലീറ്റ് ആയിട്ട് വരട്ടെ. പ്രായപൂർത്തി ഓട്ടവാശമുള്ള ഒരു ചെറുപ്പക്കാരന്റെ ആവശ്യങ്ങൾ എന്തെന്ന് മനസ്സിലാക്കാൻ കഴിയാത്ത ആ മനുഷ്യനെ ഉണ്ടല്ലോ, ഞാനും ഒന്ന് കാണാനിരിക്കുക. അയ്യോ, പോയോ ഈശ്വര, ഇങ്ങനെ ഒരുത്തനാണല്ലോ എന്റെ വയറ്റിൽ ജനിച്ചത്. തേങ്ങ ആയിരിക്കും. അല്ല, പശുവിൻ നെയ്. വേണ? വേണ്ട. അല്ല, കുറച്ച് കൊണ്ടുപോ. വേണ്ട വേണ്ട. അയ്യാണ്. ഒന്നുമില്ലേ? എന്തോന്ന്? കയ്യിലൊന്നും ഇല്ലെന്ന്. വല്ല തേങ്ങ, കുരുമുളകോ, കശുവണ്ടി എന്തെങ്കിലും ഉണ്ടെങ്കിൽ എടുത്തോണ്ട് വന്നാൽ മതി. അയ്യ, നിന്നെ പോലെ കള്ളനായി ജീവിക്കാൻ എനിക്ക് കഴിയുന്നില്ല. ഞാൻ നല്ലവനാകാൻ തീരുമാനിച്ചു. ഓഹോ, എന്നാ ഞാൻ വരട്ടെ. എന്റെ കൂടെ നടന്ന് നിന്റെ സൽപ്പേര് കളയണ്ട. അല്ല, കൂടെ നടക്കുന്നതിൽ പ്രശ്നമൊന്നുമില്ല. എന്റെ കയ്യിലുള്ളത് കളവ് മുതലാണ്. 3 തേങ്ങ. ഇത് വിറ്റ് കിട്ടുന്ന കാശ് കൊണ്ട് ചായ വാങ്ങിത്തന്നാ നീ കുടിക്കുവോ? കുടിക്കാം. കുടിക്കുവോ? അത് കുടിക്കും. എന്നാ വാ, കുടിപ്പിക്കാം കേട്ടാ. വാ, നിന്നെ ഞാൻ എന്നെ കുടിപ്പിക്കാം. അമ്മേ, എന്താ മോനെ ഇത്രയും വൈകിയത്? ഇന്നലെ വരുന്നാ ഞാൻ വിചാരിച്ചത്. പോരുന്ന വഴിക്ക് വേറെ 1-2 ഇന്റർവ്യൂകൾ ഒത്തുകിട്ടി. യാത്രക്കൂലിയെങ്കിലും ലാഭമാണേ. എന്തായി മോനെ? ഇന്റർവ്യൂ ഗംഭീര വിജയമായിരുന്നു അമ്മേ. ഇന്ത്യയുടെ തലസ്ഥാനം ഏത്, ഒറീസ മുഖ്യമന്ത്രി ആര്, ഇതിനൊക്കെ ഞാൻ ചുട്ട മറുപടി കൊടുത്തു. പക്ഷെ ജോലി കിട്ടില്ല. എനിക്ക് ജോലിയിൽ മുൻപരിചയമില്ലാത്രേ കഴുതകള്. ജോലി കിട്ടാതെ എങ്ങനെയാ മുൻപരിചയം ഉണ്ടാക്കി കൊടുക്കുന്നത്? നിന്നെ പറ്റി എന്തൊക്കെ പ്രതീക്ഷകളായിരുന്നു നിന്റെ അച്ഛന്? ഞാൻ ശ്രമിക്കാഞ്ഞിട്ടാണോ ജോലി കിട്ടാത്തത്? ഈശ്വര വിചാരം ഒന്നുണ്ടോ നിനക്ക്? ഈശ്വരനോ? അതാരാ? അച്ഛതാ. അല്ല, അമ്മ ഒന്ന് പറഞ്ഞതാ. അമ്മ വലിയ ഭക്തയാണല്ലോ. അമ്മയുടെ എന്റെയും ജീവിതത്തിൽ ഏതൊക്കെ ഘട്ടങ്ങളാണ് ഈ ഈശ്വരന്റെ സാന്നിധ്യം അനുഭവപ്പെട്ടിട്ടുള്ളത്? ഈശ്വരൻ പോലും. അധിക പ്രസംഗം വേണ്ട കേട്ടോ. BA MA ഒക്കെ പാസ്സായത് ഈശ്വരാനുഗ്രഹം ഇല്ലാണ്ട. എന്തോ? അപ്പൊ ഞാൻ ഉറക്കം വിളിച്ചിരുന്ന് പഠിച്ചതോ? എന്നിട്ട് ക്രെഡിറ്റ് ഈശ്വരനോ? അങ്ങനെ ഇപ്പൊ ഈശ്വരൻ സൂഹിക്കണ്ട. ഞാൻ ചോദിക്കട്ടെ, അമ്മയ്ക്ക് അവകാശപ്പെട്ട 5 ഏക്കർ തെങ്ങുംപുരയിടം തട്ടിയെടുത്ത അമ്മാവിനെ ഈ പറയുന്ന ഈശ്വരൻ എന്ത് ചെയ്തു? ശിക്ഷിച്ചോ? അയാളെ സൂഹിക്കാൻ വിട്ടിട്ട് ഒരു തെറ്റും ചെയ്യാത്ത നമ്മളെ നിത്യദാരിദ്ര്യത്തിലേക്ക് തള്ളിവിട്ടില്ലേ? പോരുന്ന വഴിക്ക് ഞാൻ കണ്ടു ബോർഡും ബാനറും ഒക്കെ. ശ്രീ KP തങ്കപ്പൻ നായർ റോഡ് ഉദ്ഘാടനം ചെയ്യുന്നു. വരട്ടെ, അയാളെ ഞാൻ ഒരു പാഠം പഠിപ്പിക്കുന്നുണ്ട്. അച്യുതാ, അദ്ദേഹം നിന്റെ അമ്മാവനാ, മറക്കണ്ട. മറക്കാനോ? എപ്പോഴും ഞാൻ ഓർമ്മിക്കുന്നുണ്ട്. ഇളയൊന്ന് വെട്ടി തള്ളല്ലേ? നീ എന്തോ ജോലി അന്വേഷിച്ചു പോയെന്നോ മറ്റോ കേട്ടല്ലോ. ശരിയായോ? ഇല്ല. ഈ അന്വേഷിച്ചു പോക്കിന് തന്നെ കാശ് ഒത്തിരി കളഞ്ഞു കാണൂല്ലേ? വീടും പറമ്പും പണയത്തിലാണ്. അത് ഞാൻ പണ്ടേ പറയാറുള്ളതാ.
ഇക്കാലത്ത് ഈ MA-യും BA-യും ഒന്നും പാസ്സായിട്ട് ഒരു കാര്യവുമില്ല. ഞാനെന്താ നന്ദിനിക്കുട്ടി അധികം പഠിപ്പിക്കാതിരുന്നത്? ഉറപ്പായിട്ടും പാസ്സാവില്ല എന്ന് മനസ്സിലായോണ്ടാവും. അതുകൊണ്ടൊന്നുമല്ല, ഡിഗ്രിക്കൊന്നും ഒരു വിലയും ഇല്ല എന്ന് എനിക്ക് മനസ്സിലായി. നന്ദിനി 5-6 തവണ പ്രീ ഡിഗ്രി എഴുതിയെന്നാണ് എന്റെ ഓർമ്മ. അതവിടെ തള്ളയുടെ നിർബന്ധം കൊണ്ടാ. തന്നെയല്ല, എഴുതി എഴുതി കയ്യക്ഷരമെങ്കിലും നന്നായിക്കോട്ടെ എന്ന് ഞാനും വിചാരിച്ചു. ആട്ടെ, നിനക്ക് ഈ ഗവൺമെന്റ് ഉദ്യോഗം തന്നെ വേണമെന്ന് എന്താ ഇത്ര നിർബന്ധം? ചെറുപ്പക്കാരായ എന്ത് ജോലിയും ചെയ്യാൻ തയ്യാറാകണം. ആ കനാല് പണിക്ക് കരിങ്കല്ല് ചുമക്കുന്നവർക്ക് ഒരു ദിവസത്തെ കൂലി എന്താണെന്ന് അറിയാമോ? 25 രൂപ. നല്ല ആരോഗ്യം ഉണ്ടല്ലോ. 25 രൂപ കിട്ടിയാൽ എന്താ മോശമാണോ? കരിങ്കല്ല് ചുമക്കാൻ പോയാലോ എന്ന് ആലോചിച്ചതാ. പക്ഷെ ഇത്രയും കാശ് മുടക്കി പഠിച്ചിട്ട് കരിങ്കല്ല് ചുമക്കാൻ പോയാൽ നാട്ടുകാരെന്തോ പറയാന്ന് വിചാരിച്ചിട്ടാ. നാട്ടുകാരോട് പോകാൻ പറ. ഒരുത്തൻ രക്ഷപ്പെടുന്നത് കണ്ടുകൂടാത്ത ചെറ്റകള്. നേരാ, അമ്മാവൻ പറഞ്ഞത് ശരിയാ. ഈ നാട്ടുകാര് വേറും ചെറ്റകളാ. അല്ല, ഇപ്പൊ അമ്മാവനെ പറ്റി തന്നെ എന്തൊക്കെ തോന്നിയ സംഘങ്ങളാ പറഞ്ഞു നടക്കുന്നത്. എന്നെ പറ്റി? അതെ, എന്നെ പറ്റി എന്താ ഇത്ര പറയാറുള്ളത്? അപ്പൂപ്പൻ എന്റെ അമ്മയുടെ പേർക്ക് എഴുതി വെച്ചിരുന്ന 5 ഏക്കർ തെങ്ങും പുരയിടം അമ്മാവൻ തട്ടിയെടുത്തു പോലും. ഏതാണ് ഇത് പറഞ്ഞത്? നാട്ടുകാര് ചെറ്റകള്. നീ നിന്റെ തള്ളയോട് ചോദിച്ചില്ലേ? ചോദിച്ചപ്പോ അമ്മ പറഞ്ഞു അതൊക്കെ വെറുതെ ആണെന്ന്. ആ സത്യം. തറവാട്ടിലെ വെറുമൊരു കാര്യസ്ഥനായിരുന്നല്ലോ നിന്റെ അച്ഛൻ. കുടുംബത്തിലെ ഏക പെൺസന്തതിയായിരുന്ന നിന്റെ അമ്മ, അതായത് എന്റെ ഒരേ ഒരു പെങ്ങള്, ഒരു കാര്യസ്ഥനോട് ഇറങ്ങിപ്പോകാൻ പോകണമെന്ന് അറിഞ്ഞപ്പോഴുണ്ടായ മനോവേദന ഇന്നും മാറിയിട്ടില്ല ചുതാ. സ്വത്തിനേക്കാളും പണത്തെക്കാളും വലുത് സ്നേഹമാണെന്ന് പറഞ്ഞ് അവളല്ല എന്റെ പേർക്ക് എഴുതി വെച്ചിട്ട് ഇറങ്ങിപ്പോയി. മനസ്സിലായോ നിനക്ക്? ഓഹോ, അപ്പൊ അങ്ങനെയൊക്കെയാ കാര്യങ്ങള്. ആ, അമ്മാവൻ പറഞ്ഞ പോലെ ഈ നാട്ടുകാര് ചെറ്റകളാ. അവരെന്തൊക്കെയാ പറയുന്നെന്ന് അറിയാമോ? സ്വത്തൊക്കെ അമ്മാവന്റെ പേർക്ക് എഴുതി വെക്കാതെ എന്റെ അമ്മയുടെ കല്യാണം നടത്താൻ അമ്മാവൻ സമ്മതിച്ചില്ല എന്ന്. നീ അത് വിശ്വസിക്കുന്നുണ്ടോ? ഹേയ്, അമ്മാവൻ അങ്ങനെ ചെയ്യില്ല എന്ന് എനിക്കറിയില്ലേ. ആ, എന്നാ പിന്നെ ഞാൻ നടക്കട്ടെ അമ്മാവൻ. അമ്മായിയും കൂടെ ഒന്ന് കാണണം. ആ, അമ്മയോട് കാപ്പിയോ ചായയോ എന്താ വെച്ചാ മേടിച്ചു കുടിച്ചോണ്ട് പോയാ മതി. ഓ, ചായ തേങ്ങ കൊല ഞാൻ കാണിച്ചു തരാം. എന്താ അല്ല, ഇവിടെ ഓല വഴിച്ചെങ്കിന്നെന്ന് പറഞ്ഞതാ. ആ